നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കുക. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനിലൂടെ ഉള്ള ഒരു യാത്രയാണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ. സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനിൽ നമുക്ക് ലഭിക്കേണ്ടത് എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. സഹജമാർഗത്തിൻ്റെ ആദ്യ ഗുരുവായിട്ട് ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാണ്. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാത്ത ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ആധ്യാത്മികത അല്ല. അതിന് ശരിക്കും അതിൻ്റെ ഒരു സുഗന്ധം കൂടി ഇല്ല, ഒരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും സ്പിരിച്വലായിട്ട് ഒരാളുടെ ഫ്രാഗ്രൻസ് അയാളുടെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ യഥാർത്ഥത്തിൽ ഉയരുമ്പോൾ അയാളുടെ ശരിക്കുള്ള ആ സുഗന്ധം അയാളുടെ സ്വഭാവമാണ്, ക്യാരക്ടർ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയാണ്. ബുദ്ധിശക്തിയുടെ മാത്രമല്ല, ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെ ഉയർച്ച. മനസ്സ് കൂടുതൽ ഉള്ളിലേക്ക് കണക്റ്റഡായിട്ട് കൂടുതൽ സെൽഫ് ഡിപ്പെൻഡൻറ്റ്, ഹയർ സെൽഫ് ഡിപ്പെൻഡായിട്ട് മനോധൈര്യമുള്ള എല്ലാ സമയത്തും 100% പെർഫോം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങൾ ആയി മാറുക. ഇതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പുറമേ എവിടെയോ ഉള്ള ഒരു ഈശ്വരൻ്റെ കൺട്രോളിൽ നിന്ന് നമ്മൾ മാറി ആ ഒരു സ്വഭാവം മാറിയിട്ട് നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള ആ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കി ഉള്ളിൽ ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ ശരീരം ക്ഷയിക്കാം, പക്ഷേ എൻ്റെ സ്രോതസ് ഒരിക്കലും, ഉള്ളിലുള്ള സ്രോതസ് ഒരിക്കലും അത് വറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ക്രമേണ കണക്ട് ചെയ്യുന്ന തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കണം എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു കുട്ടി സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം എത്തിപ്പിടിക്കും കൂടുതൽ ഉള്ളിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസസ്, മുൻവിധികളുടെ ഇൻഫ്ലുവൻസസ് കുറഞ്ഞ് വരും. നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അറിവ് കൂടിയിട്ടും മുൻവിധികൾ ഒരിക്കലും കുറയുന്നതായിട്ട് കാണുന്നില്ല, കൂടി വരികയാണ് ചെയ്യുക. പ്രായം ചെല്ലുന്തോറും
കുടുംബത്തിൻ്റെ ആചാരങ്ങൾ, മതത്തിൻ്റെ ആചാരങ്ങൾ, ജാതിയുടെ ആചാരങ്ങൾ, താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ നോളജ്, ഇതെല്ലാം ഒരുവനെ വളർച്ചയിൽ നിന്ന് തടസ്സപ്പെടുത്തുക. അത് മാത്രമേ അവന് പിന്നെ ഉണ്ടാവുള്ളൂ. കാരണം സെൽഫ് ഡിപ്പെൻഡൻസ് കുറഞ്ഞിരിക്കുന്നു. പ്രായം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ പേരിലും പ്രശസ്തിയിലും ഫാമിലിയിലും മതത്തിലും ജാതിയിലും ഭാഷയിലൊക്കെ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഉള്ളിലേക്കുള്ള കണക്ഷൻ കുറഞ്ഞ് വരിക എന്നാണ്. ശരിക്കുള്ളൊരു വ്യക്തി വളരും തോറും ഇതൊക്കെ പൊഴിഞ്ഞു പോകണം. എല്ലാ തരത്തിലുള്ള മുൻവിധികളും പൊഴിഞ്ഞു പോയിട്ട് എല്ലാവരും സമഭാവനയിൽ കാണുന്ന, മുൻവിധികളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, ഏതൊരു സാഹചര്യത്തിലും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ബെസ്റ്റ് പെർഫോമൻസ് പറയുമ്പോൾ അത് ബുദ്ധിയിലോ ശരീരത്തിലോ സ്വത്തിലോ ഒന്നും ഡിപ്പെൻഡൻ്റ് അല്ല. ഉള്ളിലുള്ള ആ ക്യാരക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യും. സ്വഭാവം, സ്നേഹം എന്ന് പറയാം. അപ്പം അങ്ങനെയൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. കൂടുതൽ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മാസ്റ്ററിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഒരാൾ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത് മുൻവിധികൾ കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. എത്ര മഹാന്മാരായിട്ട് ആൾക്കാരും മുൻവിധികളാൽ വേട്ടയാടപ്പെടുന്നതാണ് കണ്ടിട്ടുള്ളത്. ശങ്കരാചാര്യർ ചണ്ടാള വഴിമാറി നിൽക്കൂ എന്ന് പറഞ്ഞു ഇത്രയും കാലം തപസ്സിന് ശേഷം. വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്തതിനു ശേഷം വസിഷ്ഠിരത്ത് യുദ്ധം ചെയ്യാൻ പോകണം. ദുർവാസ മഹർഷി എപ്പോഴും ദേഷ്യം വരികയാണ്. അർജുനൻ, ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന അർജുനന് യുദ്ധം എത്തിയപ്പോഴേക്കും കൺഫ്യൂഷനായി. അപ്പോൾ വെറും സ്പിരിച്വൽ സാധന കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ളൊരു ഗുരുനാഥനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടോ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടോ ഒന്നും ഒരാൾ മാറുന്നില്ല എന്നുള്ളത് ഇന്ന് വ്യക്തമാകുന്നു. അതിൽ ശരിക്കും ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇച്ഛാശക്തി ആവശ്യമുണ്ട്, വിൽ പവർ ആവശ്യമുണ്ട്. എവിടേക്കാണ് വിൽ പവർ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടിക്കാലത്ത് തന്നെ ബോധ്യം വരും. നമ്മളത് ഡിസ്കസ് ചെയ്തു. ആന്തരികമായിട്ടുള്ള ഡിസിപ്ലിനിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്, സെൽഫ്ലെസ്നെസ്സിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ വ്യതിചരിക്കില്ല, അവിടെയാണ് വില്ല് ഉപയോഗിക്കേണ്ടത്. നമ്മൾ വിൽ പവർ ഉപയോഗിക്കുന്നത് ഞാൻ നല്ലോണം ജോലി ചെയ്യും, ഞാൻ കൂടുതൽ സമ്പാദിക്കും. നല്ലോണം ജോലി ചെയ്യുന്നുള്ളത് നല്ല കാര്യമാണ്. കൂടുതൽ സമ്പാദിക്കും, അതിലേക്ക് ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല. അത് വരും പോവും. ഇപ്പോൾ ചിലർ വെറുതെ ഇരിക്കുമ്പോൾ പൈസ ഉണ്ടാവും, ചില എത്ര പണിതാലും പൈസ ഉണ്ടാവും, ചിലർ എത്ര ശരീരം നോക്കിയാലും ആരോഗ്യം ഉണ്ടാവില്ല. എത്രയോ മഹാത്മാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പരിമിതികളുണ്ട്. അതുപോലെ എത്ര പഠിച്ചാലും അറിവ് നിലനിർത്താൻ പറ്റാത്ത ആൾക്കാർ എല്ലാം ശ്രമിക്കുന്നുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻ്റലക്ച്വലി അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, മെമ്മറി അത്രയില്ല. പക്ഷെ അതൊന്നും ഒരു തടസ്സമല്ല. ഒരു മനുഷ്യൻ്റെ നന്മ പ്രകടമാക്കാൻ ഇതൊന്നും തടസ്സമല്ല. അപ്പോൾ ഫിസിക്കൽ ലെവലിൽ, മെൻ്റൽ ലെവൽ, ഇൻ്റലക്ച്വൽ ലെവലിലൊക്കെ പരിമിതികളുണ്ടാവാം. പക്ഷേ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഉള്ളിലുള്ള ആ യഥാർത്ഥ വ്യക്തിത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തടസ്സമില്ല. എല്ലാവർക്കും അത് ഒരുപോലെയാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്ത് മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും കമ്പാരിസൺസ് ഇല്ലാതെ, കോമ്പറ്റീഷൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലി ഭംഗിയായിട്ട്, സത്യസന്ധമായിട്ട്, നിസ്വാർത്ഥമായിട്ട്, സ്നേഹത്തോടെ നിർവഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നിസ്വാർത്ഥരാകുന്നു, സ്നേഹം നിറഞ്ഞവരാകുന്നു, ബാക്കിയെല്ലാം പോകും. എത്ര പഠിച്ച ആളാണ് പഠിപ്പൊക്കെ അറിവെല്ലാം പോകും. എത്രയോ ആൾക്കാർ അൽഷിമേഴ്സ് ഡിസീസ് ആയിട്ട് വയസ്സാം കാലത്ത് പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് തന്മാത്ര. ബുദ്ധിശക്തിയുള്ള ഒരാൾ അവസാനം ഒന്നും ഓർമ്മിക്കാണ്ടിയതാണ്. അപ്പോൾ അതൊന്നും നിലനിൽക്കില്ല. നിലനിൽക്കാൻ പോകുന്നത് ഉള്ളിലുള്ളൊരു ക്യാരക്ടറാണ്. അത് കൂടുതൽ 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 വളർന്നു വന്നിട്ട് അവസാനം ശരീരത്തിനെയും ട്രാൻസെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ മരിക്കാത്തവരാണ് എന്നുള്ളത്. അമരത്വം എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ അമരത്വമാണ്. ഒരു വ്യക്തിയുടെ ശരീരം ക്ഷീണിക്കുമ്പോഴും സ്വഭാവം കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അമരത്വമാണ്, പെർമനൻ്റാണ്. അത് 100% ആകുമ്പോൾ അതെപ്പോഴും ഈ ലോകത്തുണ്ടാവും, അത് സ്മരിക്കപ്പെടും. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നതാണ്. ഈശ്വരൻ ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല, ഉണ്ടാകുന്നില്ല, എപ്പോഴും ഉണ്ട്. അതാണ് ക്യാരക്ടർ. ആ ഒരു സ്റ്റേറ്റിലേക്ക് ഉയരാനാണ് നമ്മുടെ ഈ യാത്ര. അപ്പം നിരന്തരമായിട്ട് ഇച്ഛാശക്തി, ഉള്ളിലുള്ള ഈ വളർച്ചയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കെല്ലാം മുന്നോട്ട് പോകാം. എഡ്യൂക്കേഷൻ്റെ യഥാർത്ഥ പർപ്പസ് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന തലമുറകൾക്കൊക്കെ നമുക്ക് നമ്മുടെ ഈ അറിവ് പകർന്നു നൽകാം.
ഇതാണ് ഹാർട്ട്ഫുൾനെസ്. ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം വളരുന്നുണ്ട്, ഹൃദയത്തിലേക്ക് ഞാൻ കണക്റ്റഡ് ആവുന്നുണ്ട്, എനിക്ക് ഹൃദയപൂർവ്വമായിട്ട് ഹാർട്ട്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് വളർച്ചയുടെ ഒരേ ഒരു ടെസ്റ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.